കണ്ണും കണ്ടുകൂടാ, പവറൊക്കെ പോയാ. ഇവിടെ ഇരിക്കുന്നു. സാർ എന്തേ സാർ കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിന് പോവാല്ല, ഞാൻ കോളേജ് പറഞ്ഞത്. പലരും വന്നിരുന്നു സർ. സാറേ ആ വന്നവരൊക്കെ ഇനി വരട്ടെ, ഞാൻ കാണുന്നുണ്ട്. സാറേ സാറിന് സർട്ടിഫിക്കറ്റ് ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട്. ആ ഒപ്പ് സീലും കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചയക്കാമായിരുന്നു. ഇപ്പോൾ തരാൻ പറ്റൂല, പിന്നെ വാ. സാറേ പുള്ളിക്ക് ഇന്നത്തെ ആവശ്യമാണ്. ഞാൻ തരാമെന്ന് പറഞ്ഞാ. അല്ല സാറിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ഞാനാണെന്ന് അറിയാം. എനിക്കറിയാം, പക്ഷെ സാറിന് അറിയില്ല. എന്തേ അല്ല വലിയ ഉപകാരമായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ. വല്ല ഉണ്ടെങ്കിൽ ഉറക്കെ പറയണം, ഗുരുവിനാന്ന് പറയരുത്. ശരിയും കേട്ടൂടെ ഒന്നാ. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് സാറാണ് തീരുമാനിക്കണേ. സാറിന് ഇത് എന്തോ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഒപ്പിടൂല. സാർ ഒരു സാമാന്യ മര്യാദ കാണിച്ചൂടെ? അത് ഒരു ഭാഗത്തുണ്ടായാൽ പോരാ, മറുഭാഗത്തും അതേ മര്യാദ ഉണ്ടാവണം. സാർ കാര്യം പറയാം, എന്തോ സംഭവിച്ചേ? സംഗീത ടീച്ചറെ, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് അറിയാല്ലേ? അതെ. ഞാൻ സീൽ ചെയ്ത് ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി അംഗീകരിക്കാൻ മടിയുള്ള സാറുള്ളിടത്ത് എനിക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. സാറേ സാറിനോട് സ്നേഹക്കുറവുകൊണ്ടോ ബഹുമാനക്കുറവുകൊണ്ടോ അല്ല. പിന്നെ ഈ കോളേജിലെ ഏറ്റവും അലമ്പ് കാണിക്കുന്ന ബാക്ക് ബെഞ്ചസിൽ പെട്ട ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നേ. അവനൊന്നും ഒരിക്കലും സഹായിക്കരുത് സാർ. അവന്മാർ അലമ്പ് കാണിക്കണത് പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ടാണ് അവന്മാർ അലമ്പ് കാണിക്കുന്നത്. അവന്മാരെ മനസ്സ് കാണണം, നിഷ്കളങ്കമായ മനസ്സാണ്. സാറിന് ഒരു ആവശ്യം വന്ന അവസാനം അവന്മാരെ കാണും, അത് ഓർമ്മ വേണം കേട്ടോ. ഇയാളവിടെ എന്താ ചെയ്യണത്? മുറുക്കണം ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് മുറുക്കുക. ഇത് ഇയാൾ വലിച്ചു ഊരി എടുക്കുകയാണ്. നാശ കോടാലിയാക്കുമായിരുന്നു. കുറേ നേരം കൊണ്ട് തട്ടി തട്ടി നിൽക്കുന്നു. കാറ്റ് തൊലച്ച് നാശമാക്കുമായിരുന്നു. ഞാൻ ഒപ്പിടാം. താങ്ക് യു സാർ. സാറിനെ പോലെ രീതിയിൽ ഞാൻ പെരുമാറിയാൽ അത് ശരിയാവില്ലല്ലോ. വയ്ക്കോ. താങ്ക് യു സാർ. അത്ര തരം താഴ്ന്ന ആളല്ല ഞാൻ. താങ്ക് യു സാർ. താങ്ക് യു. കൂടെ ചെല്ലേ, അവിടെ പോയാലും ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച്. താങ്ക് യു സാർ. അക്കാലത്ത് പിടിക്കാൻ വേണ്ടി ഒന്നൊക്കെയാണ്. എടാ ബാബുലേ സാറിന് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെന്നും നിഷ്കളങ്കരാണെന്നും ബാബുലേ സാർ അറിയണം. എനിക്ക് അത്രേ വേണ്ടുവളയാ. ഇപ്പൊ എന്ത് കാര്യത്തിനാ? ഞാനത് ചോദിക്കുന്നത്, എന്ത് കാര്യത്തിനാ? നമ്മൾ നിഷ്കളങ്കരാണെന്ന് ബാബുലേ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് കാര്യം? അത് ശരി. എടാ ബാബുലേ സാറിന് ഈ കോളേജിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാം? എന്ത് സ്ഥാനം? ബാബുലേ സാർ ആരാണ്? മലയാളം സാറ്. മലയാളം സാർ അതെനിക്കും അറിയാം. ബാബുലേ സാറിന് കുട്ടികളുടെ ഇടയിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാം? നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ബാക്ക് ബെഞ്ചസ് ആണ്, നമ്മൾ വെറും ആ പോപ്പുകളാണെന്നാണ് ബാബുലേ സാറിന്റെയും കുട്ടികളുടെയൊക്കെ വിചാരം. അല്ലേ അല്ലേ? ബാബുലേ സാറ് പറയും ഇവര് നല്ല ആത്മാർത്ഥതയുള്ളവരാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ഇടയിൽ നമ്മളൊരു എനർജറ്റിക് വലിയ പേഴ്സൺസ് ആവും. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സത്യസന്ധരാണ്, ആത്മാർത്ഥമുള്ളവരാണെന്ന് പുള്ളിന്റെ അടുത്ത് പറഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല. അത് നമ്മൾ വേറെ കുറെ ആൾക്കാരുടെ അടുത്താണ് ബോധ്യപ്പെടുത്തേണ്ടത്. നീ നേരത്തെ പറഞ്ഞല്ലേ എന്റെ കൂടെ നിൽക്കാന്ന്. കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അങ്ങനെ കൂടെ നിൽക്കാം. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കണം. നിൽക്കാൻ പറ്റില്ലെങ്കിലോ എല്ലാ നിന്റെ കൂടെ മറ്റേ കാര്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിന്നാണ്. ഏത് അങ്ങനെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാനൊന്നും പറ്റില്ല. എനിക്കൊപ്പ് വേണ്ടെങ്കിൽ എനിക്കൊപ്പ് വേണ്ട. എന്താണ് എനിക്ക് ഒപ്പ് വേണ്ടാത്തത്? ഒപ്പ് വേണ്ട. എന്താ എനിക്ക് ഒപ്പ് വേണ്ടാത്തത്? നിങ്ങളിങ്ങനെ അടി. ഞങ്ങളെന്താ അടി ഉണ്ടാക്കി? നീ ഒപ്പ് വാങ്ങിച്ചിട്ട് പോയാ മതി. നീ ഒപ്പ് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളെ എനിക്ക് ഒപ്പ് വേണ്ടെങ്കിലും ഈ പൊറിഞ്ഞു ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ISA മാർക്കുള്ള പണിയേ തരുള്ളൂ. നിനക്ക് ഒപ്പ് വേണ്ടേ? ഒപ്പ് വേണ്ടെങ്കിൽ ഞാൻ പണി കൊടുക്കോളാം. ISA മാർക്കുള്ള പണിയാണ് കൊടുക്കാൻ പോണത്. കേട്ടടാ, അവൻ കൂടെ ഉണ്ടാവും. വിട്ടേക്ക് ഇത്ര വേദന. ബാബാ എന്തെങ്ങനെ ഇറങ്ങി നടക്കണം? ക്ലാസ് കട്ട് ചെയ്താവൂലേ? ക്ലാസ് കട്ട് ചെയ്തെന്നല്ലടാ, ഇറക്കി വിട്ടാവും. ഞങ്ങള് ക്ലാസ് കട്ട് ചെയ്ത അതിനൊരു അന്തസ്സുണ്ട് അല്ലടാ? പിന്നെ അയ്യടാ, ഞങ്ങള് ക്ലാസ് കട്ട് ചെയ്തല്ല, ഞങ്ങൾ ഇറക്കി വിട്ടതുമല്ല. ഇപ്പൊ ബാഹുബലൻ സാറിന്റെ ക്ലാസ്സാ. അപ്പൊ സാറ് പറഞ്ഞു പോയി ഗ്രൂപ്പ് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോളാം. ഓ, എവിടെ വെച്ചാണ് പ്രാക്ടീസ്? അവിടെ വന്ന് ജനലി വലിയ കയറാനായിരിക്കല്ലേ? നടക്കൂല. ഞങ്ങൾക്ക് അവിടെ ലാബിൽ വെച്ചിട്ടാ. അവിടെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കാനൊന്നും പറ്റില്ല. പോയേ നോക്കാൻ വേണ്ടി വന്നിട്ടില്ലേ, അതുകൊണ്ട് പറഞ്ഞത്. ശരി. അതിൽ നീ ഇവിടുത്തെ ഫോണും എടുത്താണ്. നീ ഇവിടുത്തെ ലാൻഡ് ലൈൻ നമ്പർ പറഞ്ഞു കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ. ഒരു ഐഡിയ ഉണ്ടടാ, നമ്മുടെ ബഡ്ജറ്റിൽ ഇല്ലാത്ത ഒരു ഐഡിയ. ദൈവം നമ്മുടെ കൂടാടാ മച്ചാനെ. 0476 0476 2525 2525 76 76. മിണ്ടാതെ നിന്നോണം. നിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞേക്കാണ്. ഹലോ, പ്രിൻസിപ്പൾ അല്ലേ? ആരാ?
സാർ ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ് സാർ. പരാതി? എന്ത് പരാതി? അവിടെ മലയാളം പഠിപ്പിക്കുന്ന ബാഹുലേൻ സാർ ഉവ്വ്. സാറ് ക്ലാസ്സിലൊന്നും കയറുന്നില്ലല്ലോ സാറേ. അദ്ദേഹം ഇങ്ങനെ എൻ്റെ കുട്ടി മാത്രമല്ല സാറേ, പല രക്ഷിതാക്കൾ വരെ പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിനും കൂടെ ട്യൂഷനൊക്കെ വിടണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് അത് താങ്ങാവുന്ന കാര്യമൊന്നും അല്ല കേട്ടോ സാറേ. അദ്ദേഹം ഈ പീരീഡ് അദ്ദേഹം ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതെ, അത് ഞാൻ നോക്കാം. പാട്ട്, നാടകം, പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ എങ്ങനെ സാറേ അത് ശരിയാവുക? വേണ്ടത് ചെയ്യാം. സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാറേ. ഇനി പരാതി ഒന്നും വരാതെ ഇരിക്കാനേ ഞാൻ ശ്രമിക്കാം. അല്ല, ഞങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വേണ്ടെങ്കിൽ സാർ അതിനടുത്തുള്ള നടപടി സ്വീകരിക്കണം, പെട്ടെന്ന് സ്വീകരിക്കണം. അവളിങ്ങനെ പാട്ടൊന്നും നാടകമെന്ന് പറഞ്ഞ് നടത്താൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ ഇത്രയും വലിയൊരു കോളേജിൽ എൻ്റെ കുട്ടിയെ കൊണ്ട് ഒന്ന് ചേർത്തത് കേട്ടോ സാറേ. ഓക്കെ, ശരി ശരി. ഇയാളെ കൊണ്ട് തോറ്റല്ലപ്പ. പിള്ളേർ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇപ്പം രക്ഷാകർത്താക്കളെ വിളിച്ച് ചീത്ത വിളിക്കാതെ ഇയാൾ അങ്ങനെ വിട്ടാൽ ശരിയാണ്. ചോദിക്കാന്ന് പറയാൻ എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു കന്നന്തരങ്ങൾ കാണിക്കരുതെന്ന്. ആ പിള്ളേരെ പറയാണെന്നല്ല ഇത്രയും വെട്ടലായത്. ഒരു കൊച്ചിറക്കം ഒപ്പിടാൻ വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തുവിടായിരുന്ന ഫോണിൽ കൂടെ ചീത്ത വിളി കേട്ട മൊത്തം ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഫോണിൽ കൂടെ കേട്ട ചീത്ത വിളിയൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. പുറത്തിറങ്ങി ടീച്ചർ നിൽക്കുന്നു. വലിയ ഫ്രണ്ട്ഷിപ്പല്ലേ, ഗുണവീക്ഷിച്ച് നോക്ക്, ചിലപ്പോൾ നന്നാവും. ഞാൻ എന്ത് പറയാനാ സാർ? ഇപ്പം എങ്ങനെയുണ്ട്? ഓറഞ്ച് ഒരു വാക്ക് പറഞ്ഞതാ. കുട്ടികളോട് കളിച്ചാൽ സാർമാർക്കും കിട്ടും. പുറകിലല്ലേ? സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് തരാൻ പറ. ബാക്കി കാര്യം അത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിൻ്റെ